ജസ്റ്റ് തയ്യൽ ഇപ്പം പഠിച്ചവർക്ക് നൈറ്റി ബിസിനസ്സിലോട്ട് വരാം. കാര്യം നൈറ്റി ബിസിനസ് ഒരുപാട് തയ്യൽ പഠിക്കണമെന്നൊന്നും ഇല്ല. പുതിയതായിട്ട് ഒരാൾ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തെല്ലാം സപ്പോർട്ടാണ് ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നത്? പുതിയതായിട്ട് നൈറ്റി നൈറ്റി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് 100% സപ്പോർട്ട് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ എത്ര നമ്മള് ടയേർഡായിട്ട് വന്നാലും ഒന്ന് ഫ്രഷ് ആയിട്ട് നൈറ്റി ഇട്ടുകൊണ്ട് കിടന്നുറങ്ങുന്നതിന്റെ സുഖം വേറെ ഒന്നിനും കിട്ടത്തില്ല. ആ 100 പീസിന് മുകളിൽ നമ്മളിന്ന് എടുക്കുന്നവർക്ക് ഈ ചാർട്ടില് നമ്മൾ ഈ ഒരു പാറ്റേൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ സ്ലീവിന്റെ പോർഷൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് എക്സ്ട്രാ പീസ് കിട്ടുന്നത്, അത് നമ്മൾ മെറ്റീരിയൽ ഇടുമ്പോൾ ഏത് പോർഷനിലാണ് ഈ ഒരു പാർട്ട് വയ്ക്കേണ്ടത്, സ്ലീവ് നിങ്ങൾ എവിടെയാണ് വയ്ക്കേണ്ടത്, നെക്ക് എവിടെ നിന്നാണ് കടി, ഇതെല്ലാം തുടക്കക്കാർക്കാണെങ്കിൽ ഞാൻ അറിയാവുന്നവരുടെ കാര്യമല്ല പറയുന്ന, ഒരു തുടക്കം ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം കല്ലുവാതുക്കലിലെ ജീജാസ് അപ്പാരലിലാണ്. നൈറ്റികളുടെയും നൈറ്റി മെറ്റീരിയലുകളുടെയും ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു സ്ഥാപനമാണിത്. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ അതിനുവേണ്ട എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജീജ മാഡം. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ മാഡത്തോട് തന്നെ ചോദിച്ചറിയാം. മാഡം, ഇതെല്ലാം നൈറ്റി മെറ്റീരിയൽ ആണോ? ഇതെല്ലാം നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണോ? ഇതെല്ലാം നമുക്ക് നൈറ്റി മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. 2 നൈറ്റി മെറ്റീരിയൽസ് മുതൽ പാക്കിംഗ് കവർ വരെയുള്ള ഒരു സെക്ഷനാണ് ഇവിടെ ഉള്ളത്. അതായത് ഒരു നൈറ്റി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഈ മേഖലയിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടല്ലോ മാഡം. എന്തുകൊണ്ടായിരിക്കും മാഡം അവർക്ക് അങ്ങനെ ഈ ഒരു പരാജയം സംഭവിക്കാനുള്ള കാരണം? അത് മെയിൻ ആയിട്ട് തുണിയുടെ മാർക്കറ്റിൽ ഒരുപാട് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ട്, ഒരുപാട് മോഡൽ നൈറ്റീസ് ഉണ്ട്. അപ്പൊ തുടക്കക്കാരാവുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. ഇവര് കടകളിൽ പോകുമ്പോൾ അവരൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല ഇവർക്ക്. നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ 3 ക്വാളിറ്റീസ് ഉണ്ട്. ലോക്കൽ ക്വാളിറ്റി ഉണ്ട്, മീഡിയം ക്വാളിറ്റി ഉണ്ട്, പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. 240 GSM മുതൽ 300 GSM വരെയുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. 99 രൂപ മുതൽ 235 രൂപ വരെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇത് 99 രൂപയുടെ മെറ്റീരിയൽസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് ഡൾ കോട്ടൺ ആണ്. ഇത് 240 GSM ആണ്. 240 GSM കുറഞ്ഞ മെറ്റീരിയൽസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ എല്ലാം നമ്മൾ ഇപ്പൊ ഇതെന്താണ് 99 രൂപ, വേറൊരു തുണിക്ക് 235 പറയുന്നു, എന്തുകൊണ്ടാണ്? ഇതിപ്പം എല്ലാ നൈറ്റി തുണി അല്ലേ? അല്ല. അവിടെയാണ് ഈ കസ്റ്റമറിന് ഫസ്റ്റ് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റുന്നത് അവിടെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി തിരിച്ചു പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2% മിക്സ് ഉണ്ട്, പോളിസ്റ്റർ മിക്സ് ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ മീഡിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് 240 GSM ആണ്. GSM എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിക്നെസ്സിനെയാണ് നമ്മൾ GSM എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ അത് GSM, അത് ഒന്നും പറയാൻ അറിയത്തില്ല എന്ന് പറയും, അല്ലെങ്കിൽ GSM കൂട്ടിയൊക്കെ അങ്ങ് പറയും. നമ്മളെന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ പറയും. കാര്യം നമുക്ക് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ അത്രയും വരുന്ന കസ്റ്റമറിന് അത്രയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ 250-55 GSM വരും. മീഡിയം ക്വാളിറ്റി അല്ല, 250-55 GSM ഇത് വരുന്നതെന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഈ കാണുന്ന മൊത്തം 200 മീഡിയം ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഒരുപാടുണ്ട്. ഇപ്പൊ നമുക്ക് ഡെയിലി അപ്ഡേഷൻ, ഡെയിലി അല്ല വീക്കിലി, എല്ലാ ആഴ്ചയിലും നമുക്ക് പുതിയ പുതിയ സ്റ്റോക്കുകൾ വരും. അപ്പൊ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നൈറ്റി മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് നൈറ്റി മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. ഫ്രോക്ക് ചെയ്യാം, പിന്നെ 2 പീസ് ചെയ്യാം, പിന്നെ ടോപ്പും ബോട്ടോ ആയിട്ട് ചെയ്യാം, പിന്നെ ഷർട്ട് വരെ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ഒക്കെ ഉണ്ട് ജയ്പൂർ കോട്ടണിനകത്ത്. അപ്പൊ ഇങ്ങനെ വേറെ ക്വാളിറ്റി മാറുന്നതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോണത് പ്രീമിയം ആണ്. രണ്ടാമത് പോണതാണ് മീഡിയം. ലോക്കല് ഒരു 10% സെയിലുണ്ട് നമുക്ക്. ഇതെന്ന് പറഞ്ഞാൽ 100% ഗ്യാരണ്ടി ഉള്ള തുണിയാണ്. ഇതെന്ന് പറഞ്ഞാൽ 265 മുതൽ 300 GSM വരെ വരും. ഈ കാണുന്ന ഇത് മൊത്തം പ്രീമിയത്തിനകത്താണ് വരുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ലൈനിങ്ങിന്റെ ആവശ്യമില്ല. നല്ല കട്ടിയുണ്ട്, കളറൊന്നും പോവില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് പ്രീമിയം നൈറ്റുകൾ തയ്ച്ച് നല്ല രീതിക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ 3 ക്വാളിറ്റി എടുത്ത് ചെയ്യുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ ഏത് റേഞ്ചിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ. ഇത് കണ്ടോ,
ഇതൊരു നൈറ്റി ബിറ്റ് ആണ്. 290 ഒരു പ്രീമിയം പ്രിന്റിൽ വരുന്ന നൈറ്റി ബിറ്റ് ആണ്. ഈ ഒരു നൈറ്റിയിൽ മെറ്റീരിയലിൽ നമുക്ക് നൈറ്റി വേണമെങ്കിൽ ചെയ്യാം. ഈ നൈറ്റിയിൽ തന്നെ പ്ലീറ്റഡ് നൈറ്റി ഉണ്ട്, മാനസി നൈറ്റി ഉണ്ട്, മിക്സ് ആൻഡ് മാച്ച് ഉണ്ട്, ഇതെല്ലാം ചെയ്യും. പിന്നെ ഇതിൽ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ നെക്ക് വെച്ചിട്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ലേസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എംബ്രോയിഡറി ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഈ ഒരു മെറ്റീരിയലിൽ തമ്മിൽ നമുക്ക് ഒത്തിരി മോഡൽ ചെയ്തിറക്കാനായിട്ട് പറ്റും. പ്രീമിയം ക്വാളിറ്റി ആകുമ്പോൾ നമുക്ക് കണ്ണു അടച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാം. കാര്യം പ്രീമിയം നൈറ്റുകൾ നല്ല റേറ്റിലാണ് മാർക്കറ്റിൽ പോകുന്നത്. ഇത് പ്രോസിൻ പ്രിന്റ് ആണ്, അതായത് ഓൾ ഓവർ ഒരേ കണക്ക് വരും. അതുകൊണ്ടാണ് ഇതിന് പ്രോസിൻ പ്രിന്റ് എന്ന് പറയുന്നത്. കണ്ടോ? ഇനി ഇതിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് നൈറ്റി ബിറ്റ്സ് വരുന്നുണ്ട്. മിക്സ് ആൻഡ് മാച്ച് നൈറ്റി ബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ 2 എണ്ണം ഈ ഒരു സെറ്റിൽ തന്നെ 2 എണ്ണം കാണും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് ടോപ്പും ബോട്ടും അടിക്കാം, 2 പീസ് അടിക്കാൻ പറ്റും, ഫ്രോക്ക് അടിക്കാൻ പറ്റും. അതിനാണ് ഈ മിക്സ് ആൻഡ് മാച്ച് നൈറ്റി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയുടെ കുറച്ച് വെറൈറ്റിയും അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത നൈറ്റീസും കൂടെ. ഇപ്പൊ തുടക്കക്കാർക്കാണെങ്കിൽ ഇപ്പം മിക്സ് ആൻഡ് മാച്ച് എങ്ങനെ എടുക്കും, ഇത് എങ്ങനെ ഒരു പുള്ളി വലുത് ഒരു പുള്ളി ചെറുതാന്നും പറഞ്ഞുകൊണ്ടൊക്കെ ടെൻഷനാണ്. ഇത് പോവോ ചേച്ചി, ഒരെണ്ണേ പോലും ഒന്നും പോകത്തില്ല എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ നോക്കാം. ഇത് കണ്ട, അതിനകത്ത് ഈ ബ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. കണ്ട, ഈ ബ്ലൂ ഉണ്ടോ? ഈ ബ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഇത് ഫ്രോക്ക് നൈറ്റി ആണ്. അപ്പൊ വേറെ ഒരു സാധനങ്ങൾ ഇതിനകത്ത് വെച്ച് ചെയ്തിട്ടില്ല. ആ ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കണ്ട, ഇതിന്റെ ഓപ്പോസിറ്റിന് ഒരെണ്ണം കൂടി വരും. ഇതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്ക് ഈ പാർട്ട് ഇവിടെ വരും, ഈ പാർട്ട് ഇവിടെ വരും. ഇതിന്റെ തന്നെ ഈ ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് ഒരുപാടെണ്ണം ചെയ്യാൻ പറ്റും. ഇതിന് തന്നെ മാനസി ചെയ്തേക്കുന്നുണ്ടോ? മാനസി കട്ട് നൈറ്റി സെയിം ഡിസൈൻ ആണ്. ഇതിന്റെ ഒരെണ്ണം എടുത്ത് നമ്മൾ മാനസി ചെയ്ത് ഇതിനകത്ത് നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നോർമൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചില്ലായിരുന്നു. ആ നോർമൽ പൈപ്പിംഗ് വെച്ച് ചെയ്തേക്കുന്നതാണ് മാനസി കട്ട് നൈറ്റി. ഇതേപോലെ ഈ ഒരു പ്രിന്റിൽ നമുക്ക് ഫ്രോക്ക് ചെയ്യാം, മാനസി ചെയ്യാം, പിന്നെ എന്താണ് ചുരിദാർ കട്ട് ചെയ്യാം, 3/4 സ്ലീവ് ചെയ്യാം, പിന്നെ ടോപ്പ് വേണമെങ്കിൽ ചെയ്യാം, ഫ്രോക്ക് അടിക്കാം. അതുപോലെ ഇത് വേറെ ഡിസൈൻ. ഇതൊക്കെ നല്ല രസം. ഇതൊക്കെ കോഡ് സെറ്റ് അടിക്കാം. നമുക്ക് ഈ പറഞ്ഞില്ലേ നൈറ്റി മാത്രം ഉള്ളത് കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും അത് ഒതുക്കുന്നതാണ്. ഇത് കോഡ് സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ്. കണ്ട, ഇത് ഇങ്ങനെയാണ് പെയറായിട്ട് വരുന്നത്. അപ്പൊ ഈ 2 മെറ്റീരിയൽസ് വെച്ച് ചെയ്ത ഒരു നൈറ്റി നമുക്ക് കാണാം. അതിന്റെ 2 ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എങ്ങനെ വരുമെന്ന് കാണിച്ചു തരാം. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കണ്ട, ആ 2 മെറ്റീരിയലും കൂടെ എടുത്ത് ചെയ്തതാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ഓപ്പോസിറ്റ് വരുമെന്ന് പറഞ്ഞില്ലേ. ഓപ്പോസിറ്റ് വരുമ്പോൾ ഇങ്ങനെ വരും. 2 നൈറ്റി നമുക്ക് കിട്ടും. ഇതൊന്ന്, ഇതിന്റെ ഓപ്പോസിറ്റ്. എങ്ങനെയാണ് ഇതുപോലെ പല ഡിസൈനിൽ. ഇത് നമ്മൾ പ്രിൻസസ് കട്ടാണ്. പ്രിൻസസ് കട്ട് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിനകത്തിന് ഒരുപാട് മോഡൽ ചെയ്യും. ഇത് വേറൊരു മോഡൽ ചെയ്തത് 2-3 എണ്ണം. ഇതൊക്കെ ജസ്റ്റ് സാമ്പിൾ ആണ് കേട്ടോ. ഇത് കണ്ട, ഇനി ഈ ഒരു പ്രിന്റിൽ ചെയ്തത് കാണിച്ചു തരാം. ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആണ്. ഇത് കണ്ട, മിക്സ് ആൻഡ് മാച്ചിൽ തന്നെ ഈ 3/4 സ്ലീവിൽ നമുക്ക് മോഡൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരാതിയാണ്. 3/4കാർക്കാണ് മൊത്തം പരാതികൾ വരുന്നത്. ഒന്ന് തുണി കിട്ടുന്നില്ല, മോഡൽ ചെയ്യാൻ പറ്റുന്നില്ല, മൊത്തം 3/4കാരാണ് അയ്യോ എന്ന് പറയും. 290 എന്ന് പറയുമ്പോൾ അയ്യോ എന്നുള്ള 290 തന്നെ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. കണ്ട, ജംബോ സൈസ് 60 അടിക്കാൻ മാത്രം മതി 320. ബാക്കി എല്ലാം നിങ്ങൾ 290 ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ വേറൊരു മിക്സ് ആൻഡ് മാച്ച്. ഇതാ ഈ ഒരു മെറ്റീരിയലില് ഇതുണ്ടോ, ഈ 2 മെറ്റീരിയൽ എടുത്ത് വേറൊരു ഡിസൈനിൽ ചെയ്തേക്കുന്നതാണ്. ഇതുണ്ടോ, ഇങ്ങനെ വരും. ഇതിലൊന്നിൽ നമ്മൾ വേറെ ഒരു ആക്സസറീസ് വെച്ചിട്ടില്ല. ഈ മെറ്റീരിയൽ ടു മെറ്റീരിയൽ ആണ് എന്റെ കോമ്പിനേഷൻ എഴുതുന്നത്. ഇതിനകത്തിന്റെ ആക്സസറീസും കൂടെ വെച്ച് ഇത് കുറച്ചും കൂടി ഹൈലൈറ്റ് ആവും. മനസ്സിലായി? ഇതെല്ലാം പ്രീമിയം മെറ്റീരിയൽസിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്താലും നിങ്ങൾക്ക് നല്ല മാർജിൻ ഇട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഫ്രോക്ക് നൈറ്റി ആണ്. ഇത് ദാണ്ട് ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കണ്ടോ, ഇതിനകത്ത് പ്ലീറ്റഡ് ചെയ്യാം, മാനസി ചെയ്യാം, ഫ്രോക്ക് ചെയ്യാം. പിന്നെ ഇത് കണ്ട്, ഇത് വേറൊരു പ്രിന്റ് ആണ്. ഇപ്പൊ പ്രിന്റ് മാറുന്നതനുസരിച്ച് നമുക്ക് ഇത് കണ്ട്, ഇത് കഫ്താൻ വെക്കാനാണ് ശരിക്കും ഈ ഒരു ഡിസൈൻ നല്ലത്. കഫ്താൻ നൈറ്റിക്ക് ഭയങ്കര ഡിമാൻഡാണ്. കണ്ടോ, ഈ ഒരു നൈറ്റി കൊണ്ട് നമുക്ക് കഫ്താൻ ചെയ്യാൻ പറ്റും. ഇത് കണ്ട, ഈ ഒരു മെറ്റീരിയൽ കണ്ട, ഇത് ഒരു മെറ്റീരിയൽ ആണ്. ഈ മെറ്റീരിയൽ തന്നെ വേറൊരു കളർ വെച്ചിരുന്ന് നമ്മൾ കഫ്താൻ നൈറ്റി ചെയ്തേക്കുവാ. ഇത് കണ്ടോ, കഫ്താൻ നൈറ്റ് നല്ല ഭംഗിയായിരിക്കും. ഇത് നമ്മൾ ഇത് അറിയാമല്ലോ, ചിറക് കണക്ക് കിടക്കുന്ന നൈറ്റി
ഈ ഡിസൈൻ എല്ലാം നമുക്ക് ചിറക് കണക്കായിട്ട് പോകും. ഇതൊരു ഫ്രീ ഡ്രസ്സാണ്, കണ്ട. ഈ നെക്കൊക്കെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം. നെക്ക് മാത്രമാണ് നൈറ്റിയിൽ സംബന്ധിച്ച് മെയിൻ ആയിട്ട് വരുന്നൊരു പാർട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്. ബാക്കി ഒരു ലൂസ് ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ വലിയതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പം അഥവാ ഇനി ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു മാസത്തെ ഒരു ട്രെയിനിങ്, ഒരു മാസം വേണ്ടി 2 ആഴ്ച നിങ്ങൾ ഇതെനിക്ക് തയ്ച്ച് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി കൃത്യമായിട്ടും 15ാമത്തെ ദിവസം നിങ്ങൾക്കൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് 100 പീസിന് മുകളിൽ എടുക്കുന്നവർക്ക് പാറ്റേൺ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് ആയിട്ട് 100 പീസ് എടുക്കുമ്പോൾ ആ ഒരു പാക്കറ്റിൽ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് പാറ്റേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ടെൻഷൻ കാണും. കാര്യം എന്താണ്, ഇപ്പം തയ്ക്കാൻ അറിയാം, സ്വന്തമായിട്ട് തയ്ച്ചിടുന്നുണ്ട്, അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കടയിലോട്ട് കൊണ്ടു കൊടുക്കവർക്ക് ടെൻഷൻ ആയിരിക്കും. കാര്യം മെഷർമെന്റ് കറക്റ്റ് ആണോ, അങ്ങനെ ടെൻഷൻ ഉള്ളവർക്ക് നമ്മൾ ജസ്റ്റ് ആ ഒരു പാറ്റേൺ കൊടുക്കും. അപ്പൊ നമ്മൾ ഒരു തുണി നൂത്തിട്ടതിന് ശേഷം ഈ പാറ്റേൺ വെക്കുക, അതിനകത്തൂടെ മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. നല്ല കടകളിൽ കൊണ്ടു കൊടുത്ത് ഓർഡർ നമുക്ക് മേടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും. പിന്നെ ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു കോൺഫിഡൻസ് കിട്ടും. അതുകൊണ്ട് അവർക്കൊരു യൂണിറ്റ് തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പാറ്റേൺസ്. അത് മാത്രമല്ല, ഇതിപ്പോ നിങ്ങൾക്ക് കൊറിയർ അയച്ചു കൊടുക്കണമെങ്കിൽ മെറ്റീരിയൽ മുതൽ പാക്കിംഗ് കവർ വരെ ഇവിടെ ഉണ്ട്. നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ ഒരു സാധനം മേടിക്കാൻ നിങ്ങൾ ഒരു ഷോപ്പിലും പോകണ്ട. ഇവിടെ ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് മാഡം? ഇവിടെ നമുക്ക് 290 കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ആണുള്ളത്. 290, 320 കോട്ടൺ മെറ്റീരിയൽസ് ആണുള്ളത്. പിന്നെ ലോക്കൽ ക്വാളിറ്റി ഉണ്ട്, മീഡിയം ക്വാളിറ്റി ഉണ്ട്, പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, അജ്രക് ഉണ്ട്, ബാട്ടിക് ഉണ്ട്, ഷിബോരി ഉണ്ട്. പിന്നെ ബാട്ടിക്കിൽ തന്നെ 3 വെറൈറ്റി വരുന്നുണ്ട്. സിംഗിൾ ബാട്ടിക്ക് വരുന്നുണ്ട്, ഗോലാ ബാട്ടിക്ക് വരുന്നുണ്ട്. ഈ മെറ്റീരിയൽ എല്ലാം തിരിച്ചറിയാൻ നമുക്ക് മാർഗങ്ങൾ. ഒന്ന് GSM വെച്ചിട്ട്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ GSM വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 2 എന്ന് പറഞ്ഞാൽ കുറെ പിന്നെ ഇത് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളുണ്ട്. ഹാൻഡ് മെയ്ഡിൽ ഏറ്റവും നമുക്ക് ഇവിടെ ഉള്ളതിൽ റേറ്റ് കൂടിയ സാധനമാണ് ബാട്ടിക് നൈറ്റി ആണ്. ബാട്ടിക്കിൽ തന്നെ ഇത് ഗോലാ ബാട്ടിക് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ആണ്. ഇത് ഹാൻഡ് മെയ്ഡ് സാധനമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പിന്നെ എന്താണ്, ക്യാൻഡിൽ ഡിസൈൻ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഴുകുതിരി ഉരുക്കിയാണ് ഈ ഡിസൈനുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള സാധനമാണ്. മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളതാണ്. ഇത് ഇട്ടാൽ തന്നെ നമുക്കൊരു റിച്ച് ലുക്ക് കിട്ടുന്ന നൈറ്റി മെറ്റീരിയൽസ് ആണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 99 രൂപ മുതൽ 235 വരെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ ഓരോന്നിന്റെയും റേറ്റ് നമ്മൾ പറയത്തില്ല. കാര്യം നമ്മൾ ഹോൾസെയിൽ മാത്രം ചെയ്യുന്നവരാണ്. നമ്മൾ റേറ്റ് പബ്ലിക്ക് പറഞ്ഞാൽ നമ്മളിന്ന് കൊണ്ടുപോകുന്ന കസ്റ്റമറിന് അത് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല നമ്മൾ 100 പീസിന് മുകളിൽ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് 4 രൂപയുടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പെർ പീസിന്. അതായത് 99 രൂപയുടെ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോൾ 100 പീസ് എന്ന് പറഞ്ഞാൽ 99 100 എടുക്കേണ്ട. ഈ ഇരിക്കുന്ന എല്ലാ വെറൈറ്റിയും കൂടെ ചേർത്ത് 100 പീസിന് എടുക്കുമ്പോൾ നമ്മൾ പെർ പീസിന്റെ പുറത്ത് 4 രൂപയുടെ ഡിസ്കൗണ്ട്. അതായത് 99 രൂപയുടെ നൈറ്റി നമുക്ക് 95 രൂപയ്ക്ക് 95 രൂപ മുതൽ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ ഹോൾസെയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമറിനെ മാനിച്ചുകൊണ്ട് അത് കസ്റ്റമേഴ്സിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യം ഈ ബിസിനസ്സിൽ ഇല്ലാത്തവര് പിന്നെ ഇത് കേൾക്കുമ്പോൾ ബിസിനസ്സിൽ പലരും പല രീതിയിലാണ് പ്രോഫിറ്റ് ഇടുന്നത്. അവര് ബിസിനസ്സിനെ ബാധിക്കുന്നത് കൊണ്ട് നമ്മൾ പിന്നെ എല്ലാം നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഓരോ മെറ്റീരിയൽസിന്റെ ഫോട്ടോ, ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ പേര്, ഇതിന്റെ റേറ്റ്, എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ഈ കാണുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത കസ്റ്റമറിന് നമ്മൾ കൊടുക്കും. അത് മാത്രമല്ല, എന്ത് ഡൗട്ട്സ് അവർ ചോദിച്ചാലും നമ്മൾ പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് തുടക്കക്കാരെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇത് കണ്ട, ഇതെന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ബാട്ടിക്കാണ്. ഓൾ ഓവർ എന്ന് പറഞ്ഞാൽ എല്ലായിടവും ഒരുപോലെ കണ്ട. ഇത് കണ്ട, ഇത് ഷർട്ട് വരെ ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഇതൊക്കെ 300 GSM-ന്റെ ആണ് കേട്ടോ. ഇത് ഓൾ ഓവർ ബട്ടിക്കാണ്. ഇത് വെച്ച് നമുക്ക് ടോപ്പ് അടിക്കാം, ഫ്രോക്ക് അടിക്കാം, കുർത്ത അടിക്കാം, ജെൻസിന്റെ ഷർട്ട് വരെ ഇതിൽ ചെയ്യുന്നുണ്ട്. 300 GSM-ന്റെ മെറ്റീരിയൽസ് ആണ്. ഇതെല്ലാം മെഴുകുരുക്കി ക്യാൻഡിൽ ഡിസൈൻ എന്നാണ് പറഞ്ഞത്. ബാട്ടിക്കിന്റെ വേറൊരു പേരാണ് ക്യാൻഡിൽ ഡിസൈൻ എന്നുള്ളത്. പിന്നെ ഇത് സിംഗിൾ ബാട്ടിക്കാണ്. ഇത് ഫുള്ള് കണ്ട. ഇതിനകത്ത് ഈ ഒരു മെറൂൺ കളറിനകത്ത് ഈ ഒരു ഡിസൈൻ മാത്രമേ പോകുന്നുള്ളൂ. ഇനി ഇതിന്റെ തന്നെ മൾട്ടി ബാട്ടിക് ഉണ്ട്. ഈ സെയിം കോമ്പിനേഷൻ തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഹയസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ റേറ്റ് നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ
ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കും. കണ്ടോ, മൾട്ടി ബാട്ടിക് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിനകത്ത് ഇപ്പൊ ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനകത്ത് കണ്ടോ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ മൾട്ടി കളറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ മൾട്ടി ബാട്ടിക് എന്ന് പറയുന്നത്. ഇതൊരു റിച്ച് ലുക്ക് തരുന്ന ഒരു നൈറ്റിയാണ്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്, ഇത് ചുങ്കിടി ബാട്ടിക്കിനും വേറൊരു പ്രത്യേകത, ഇത് ഹാൻഡ് മെയ്ഡ് സാധനമായതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്ത് അമിതമായ ചൂടുള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. കാര്യം ഈ എന്താണ്, പിന്നെ ഈ യൂട്രസ് എടുത്തവര്, പിന്നെ മെനോപോസ് സ്റ്റേജിലുള്ളവര്, പിന്നെ വേറെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നവർക്ക് ദേഹത്ത് ഭയങ്കര ചൂടായിരിക്കും നമുക്ക്. അപ്പം വിയർപ്പ് പിടിച്ചു നിർത്തും. വിയർപ്പ് പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി, ഇത് പ്യുവർ കോട്ടനുമാണ്, ഹാൻഡ് മെയ്ഡും ആയതുകൊണ്ട് തന്നെ വിയർപ്പിനെ പിടിച്ചു നിർത്താൻ പറ്റും. ഇതൊക്കെ ചുങ്കിടിക്കകത്ത് വരുന്ന ഷിബോരിയാണ്. ഇതെല്ലാം നമ്മുടെ ദേഹത്ത് ചൂടുള്ളവർക്ക് ഉപയോഗിക്കാൻ നല്ല മെറ്റീരിയൽസ് ആണിത്. ഇതിന്റെ ഷിബോരി എന്ന് പറയുന്ന ഒരു ഡിസൈനാണ്. കണ്ടോ, ഇത് ചുങ്കിടിയിൽ വരുന്നതാണ്. ഈ ചുങ്കിടിയിൽ തന്നെ സ്റ്റോൺ വാഷ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇതൊക്കെ കണ്ടോ, ഇത് ജീൻസ് കണക്കിരിക്കും. ഇല്ല, കളറും പോകത്തില്ല. ഇതൊക്കെ 300 GSM-ന്റെ ആണ്. നമ്മൾ ടോപ്പ് അടിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ജീൻസിന്റെ ടോപ്പ് പോലെ ഇരിക്കും. പിന്നെ ഇതിന്റെ അകത്തും ഇത് വേണമെങ്കിൽ തിരിച്ചിട്ടും ചെയ്യാം നമുക്ക്. അത്രയും ഇത് വേണ്ട, സിമ്പിൾ വരണം എന്നുള്ളവർക്ക് ഇങ്ങനെ ഇട്ടും ചെയ്യാം, നല്ല രസമായിരിക്കും. പക്ഷെ ഇതിന്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ സ്റ്റോൺ വാഷ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. പക്ഷെ ഇത് നമുക്ക് തിരിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഡിസൈൻ കൊടുക്കണമെങ്കിൽ നെക്ക് പോർഷനിൽ ഇത് തിരിച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം. കണ്ട, നെക്കിനകത്തോട്ട് ഇത് തിരിച്ചും കൊടുത്തിട്ട് ബോഡി പാർട്ടിൽ വേണമെങ്കിൽ അത് കൊടുക്കാം. ഇത് വെട്ടി കുറച്ച് സ്ലീവിന്റെ അറ്റത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചുങ്കിടിയിൽ ഒരുപാട് മോഡലുകളുണ്ട് നമുക്ക്. ഇത് എപ്പോഴും ആഴ്ചതോറും നമുക്ക് പുതിയ പുതിയ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കും. ഇത് ചുങ്കിടിയുടെ തന്നെ വേറൊരു കുറച്ച് കളർഫുൾ ആയിട്ട് വരുന്നതാണ്. കണ്ട, നല്ല കളർഫുൾ ആയിട്ട് നിൽക്കും. പിന്നെ ഇതിന്റെ പേര് ടൈ, ചുങ്കിടിക്ക് പറയുന്നത് ടൈ ഡൈ എന്നാണ് കേട്ടോ. ടൈ ഡൈ എന്ന് പറഞ്ഞാൽ ടൈ ആൻഡ് ഡൈ എന്ന് വെച്ചാൽ കെട്ടിയിട്ട് ഡൈ ചെയ്തെടുക്കുക. ഇതെല്ലാം അങ്ങനെ ചെയ്യുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു ഡിസൈനാണ്. വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം നമ്മൾ ഒരു പ്രോഡക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാക്സിമം വെറൈറ്റികൾ മറ്റേ സ്ഥലത്തു നിന്ന് കിട്ടുന്നതിനെയും കാട്ടി ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ അടുത്തുണ്ട്. കണ്ടോ, എല്ലാം പ്യുവർ കോട്ടൺ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. പിന്നെ അത് കണക്ക് തന്നെ ബ്രഷ് പെയിൻ എന്ന് പറഞ്ഞിട്ടൊരെണ്ണം വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതും പിന്നെ ഗുൽമോഹർ എന്നാണ് ഇതിന്റെ പേര്. ഈ എല്ലാരും ടൈഡി എന്ന് പറയുമെങ്കിൽ ഇതിന്റെ പേര് ഗുൽമോഹർ എന്നാണ്. ഇതിപ്പോ നമ്മൾ ഈ സ്ക്രീനിൽ നമ്മളിങ്ങനെ കാണിക്കുന്നെങ്കിൽ പോലും നമ്മൾ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഫോട്ടോസ്, അതിനകത്ത് അതിന്റെ ക്വാളിറ്റി, റേറ്റ്, പിന്നെ ഇത് ഏത് മെറ്റീരിയൽ ആണ്, ഇതെല്ലാം കാണിക്കും. എത്ര ക്വാണ്ടിറ്റി എടുക്കണം? മിനിമം നമ്മളേന്ന് 15 പീസ് എടുത്താൽ മതി. വെറും ഒറ്റ പീസ് തന്നെയാണോ എടുക്കേണ്ടത്? അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് ആണ്. മിനിമം 15 പീസ് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ സെറ്റ് എടുക്കണമെന്നേ ഉള്ളൂ. കണ്ട, ഇപ്പൊ ഈ അജിരിക്കിനകത്ത് ഈ 3 എണ്ണമാണ് സെറ്റ് വരുന്നത്. 3 കളറായിരിക്കും. ഈ സെറ്റ് ഇങ്ങനെ തന്നെ എടുക്കണം. അപ്പൊ കൂടുതലും കോട്ട് സെറ്റുകളൊക്കെ ആൾക്കാർ അപ്പൊ ഇത് കോട്ട് സെറ്റ് അടിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, പിന്നെ ഇതിപ്പോ 3 എണ്ണം എടുത്തു. പിന്നെ ബാട്ടിക്കിന്റെ ഒരു സെറ്റ് എടുത്തു. പിന്നെ ഇതിന്റെ ഒരു സെറ്റ് എടുത്തു. അങ്ങനെ സെറ്റ് വൈസ് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. സെറ്റ് കമ്പൽസറി ആണെന്നേ ഉള്ളൂ. മിനിമം 15 പീസ് എടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ അജിരക്കിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് വരുന്നുണ്ട്. വേണ്ട, ഇതിലെല്ലാം ക്വാളിറ്റി 3 ടൈപ്പിലും ഉണ്ട് അല്ലേ? എല്ലാത്തിലും ഇല്ല. അജിരക്കിനകത്ത് ഇപ്പൊ 3 എണ്ണം വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ വരുന്നതനുസരിച്ച് ഇടയ്ക്ക് വെച്ച പ്രീമിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കുറച്ചും കൂടെ കുറഞ്ഞ അജിരക്ക് വന്നപ്പോൾ ഞാൻ അത് എടുത്തു. എല്ലാം പോകുന്നുണ്ട്, എല്ലാ റേറ്റിലും നമുക്ക് സാധനം ഇറങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം ടോപ്പും ബോട്ടം അടിക്കാൻ പറ്റുന്നതാണ്, കോട്ട് സെറ്റ് അടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ജയ്പൂർ കോട്ടൺ ആണ്. ഇതാണ് ജയ്പൂർ കോട്ടൺ എന്ന് പറയുന്നത്. ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ താഴെ ഒരു ബോർഡർ കാണും. ഈ ബോർഡർ വെട്ടി നമ്മൾ യോക്കിലും സ്ലീവിന്റെ സൈഡിലും ബട്ടൺ വരുന്നിടത്തും ഒക്കെ നമ്മൾ ഈ ഒരു ഡിസൈൻ വെട്ടി ഡിസൈൻ ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ 42 ഇഞ്ച് വീതിയാണ് വരുന്നത്. 42 ഇഞ്ച് വീതിയിലാണ് ഈ മെറ്റീരിയൽസ്. ഇതിന്റെ ഒരു സൈഡിൽ മാത്രമേ ബോർഡർ കാണൂ. അതാണ് ഒറിജിനൽ ജയ്പൂർ കോട്ടന്റെ
പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഇതെല്ലാം നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇതൊക്കെ ഇതിപ്പോ എല്ലാം നമുക്ക് വാട്സ്ആപ്പ് പിന്നെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. ഫോണിലാണ് നിങ്ങൾ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം പിന്നെ ബിസി ആണെങ്കിൽ നമുക്ക് എല്ലാ ഫോണും അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ഈ ജയ്പൂർ കോട്ടന്റെ തന്നെ കപ്താൻ അടിക്കാൻ വേണ്ടി മാത്രം മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇതേണ്ട, ഇത് ഏതാണ്ട് 500 GSM വരുന്ന മെറ്റീരിയലാണ്. നല്ല കട്ടിയാണ് കണ്ട. ഇതെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ജയ്പൂർ കോട്ടൺ കഫ്താന് വേണ്ടി മാത്രം. ഇത് കഫ്താൻ മാത്രം തച്ചാലേ ഭംഗിയുള്ളൂ. നൈറ്റ് തയ്ക്കാം, പക്ഷെ ഇത് ശരിക്കും കയറി പോണത് ജയ്പൂർ കോട്ടന്റെ കഫ്താൻ എന്ന് പറഞ്ഞിട്ട്. ജയ്പൂർ കോട്ടൺ ഫേമസ് കോട്ടൺ ആണ്. കോട്ടണിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ജയ്പൂർ കോട്ടൺ എന്ന് പറയുന്നത്. പിന്നെ ത്രെഡ്, ചോക്ക്, ലേസ്, പൈപ്പിങ്, ക്യാൻവാസ്, ഇലാസ്റ്റിക്, എംബ്രോയിഡറി നെക്കുകൾ, എംബ്രോയിഡറി നെക്കിന്റെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരാൾക്ക് നമുക്ക് പാറ്റേൺ വെച്ച് ചെയ്യാൻ പറ്റും. ഇത് നെക്കിന്റെ പാറ്റേൺ ആണ്, കണ്ടോ. ഇത് നൈറ്റിയിലും നമുക്ക് ടോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ടോപ്പ് ചെയ്യാത്തത്. നൈറ്റിയിലും വെക്കാം, ടോപ്പിനകത്തും വെക്കാം, കണ്ടോ. ഈ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നൈറ്റ് ഞാൻ കാണിച്ചു തരാം, കണ്ടോ. ഇതുപോലെ ഇപ്പൊ ഇതാകുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നൈറ്റിയുടെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് കണ്ട. ഈ നെക്കിനകത്തൊന്നും ഒരു വളവ് വരുമെന്നോ പ്രശ്നം വരുമെന്നോ ഒന്നും പേടിക്കേണ്ട. കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ആ നെക്ക് കിട്ടും. നിങ്ങളിതാ ഈ ഒരു നെക്കിന്റെ ഈ ഒരു പാച്ച് വർക്കിലൂടെ മാത്രം ഈ ഒരു നെക്കിന്റെ പാച്ച് വർക്കിലൂടെ നിങ്ങൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോയാൽ മതി, കണ്ടോ. ഭയങ്കര നല്ല നല്ല ഫിനിഷിങ് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് 290 മെറ്റീരിയൽസിലാണ് നമ്മൾ ഇത്രയും 3/4 സ്ലീവും വെച്ച് 16.5 ഇഞ്ച് 3/4 സ്ലീവും ഉണ്ട്, 48 ചെസ്റ്റും ഉണ്ട്. മാക്സിമം ലെങ്ത് ഇറക്കോട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ നൈറ്റി ചെയ്തേക്കുന്നത്, കണ്ടോ. ഈ ഒരു നൈറ്റി കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇത് 290 മെറ്റീരിയൽസിലാണ് നമ്മൾ ചെയ്യുന്നത്. 290 മെറ്റീരിയൽസ് 48, 50 ചെസ്റ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പം ഒരു 100 പീസിന് മുകളിൽ മെറ്റീരിയൽസ് എടുക്കുന്നവർക്ക് നമ്മൾ മെഷർമെന്റ് പാറ്റേൺ കൊടുക്കുന്നുണ്ട്, മെഷർമെന്റ് വെച്ചിട്ട്. അപ്പൊ എല്ലാരും പറയും 290 നമുക്ക് 3/4 ചെയ്യാൻ പറ്റത്തില്ല, 320 മെറ്റീരിയലിലാണ് ചെയ്യുന്നതെന്നാ പറയുന്നത്. 320 മെറ്റീരിയൽ ഉണ്ട്, ചെയ്യാം. പക്ഷെ നമ്മളിപ്പോ ഒരു ഷോപ്പിലോട്ടാണ് കൊണ്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് റേറ്റ് കൂടുതലാണ്. അപ്പം അത്രയും തുണി മേടിച്ച് പിന്നെ സ്റ്റിച്ചിങ് ചാർജ് കൂടെ കൊടുക്കുമ്പോൾ റേറ്റ് കൂടി നിൽക്കുമ്പോൾ കടകളിൽ നിന്ന് നമുക്ക് ഓർഡർ കിട്ടാൻ ചാൻസ്. അവർ പറയും വേറെ സ്ഥലം ഇതിനെക്കാട്ടി കുറച്ച് ഉണ്ടെന്ന് പറയും. അപ്പൊ 290 നമുക്ക് ഈ ഒരു മെഷർമെന്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കോപ്പറിന്റെ നെക്കുകളാണ്, കണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്, നമ്മൾ വരച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി ചെയ്യിക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ഇത് കിട്ടാൻ പ്രയാസമായിരിക്കും, കണ്ടോ. ഇത് ഫുള്ള് കോപ്പർ. ഇതിപ്പോ ഏത് കളറിനകത്ത് ഏത് കളറിൽ വേണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ നെക്ക് വെച്ച് നമ്മൾ ഈ ചെയ്തേക്കുന്ന ഒരു മിറർ നെക്ക് നൈറ്റിയാണ്. ഇതിനകത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സ്ലീവിൽ നമ്മൾ GPO ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ പോക്കറ്റിലും ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിപ്പം ചെറുപ്പക്കാരൊക്കെ ഇപ്പം നൈറ്റി ഇടത്തില്ല, 2 പീസ് ഒക്കെയാണ് ഇടുന്നത്, ഷോർട്സ് ആണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ പോലും ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് വീട്ടിൽ ഇട്ടുകൊണ്ട് നിന്നാൽ ശരിക്കും ടോപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുന്നതിനെക്കാട്ടിയും ഭംഗിയായിരിക്കും ഈ ഒരു നൈറ്റി യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ നൈറ്റി ഇടുന്ന ഒരു കംഫർട്ടും കിട്ടും, നല്ല നല്ല ഒരു ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ പറ്റും, കണ്ടോ. അപ്പൊ ഈ നെക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ നെക്കുണ്ട്. ഇത് യു നെക്കാണ്, ഇത് ചെറിയ നെക്കാണ്. ഇതിന്റെ തന്നെ ഒരുപാട് ഈ കാണുന്ന മൊത്തം നെക്കിന്റെ ഡിസൈനുകളാണ്. ഞാൻ നേരത്തെ കോപ്പറിലെ കാണിച്ചു തന്നായിരുന്നു. ഇത് തന്നെ ജെറിയിൽ വരുന്നതാണ്, കണ്ടോ. സൂപ്പർ നെക്കുകളാണ്. ഇതൊക്കെ നല്ല പ്ലെയിനിൽ വെച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇത് ടോപ്പിൽ ചെയ്യാം, നൈറ്റിക്കും ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ ബോക്സ് നെക്ക്, ഇത് പറയുന്നത് ബോക്സ് നെക്ക് എന്നാണ് പറയുന്നത്. ഈ ഇരിക്കുന്ന മൊത്തം ഇതിന്റെ ഒരുപാട് വെറൈറ്റികളാണ്, കണ്ടോ. ഇങ്ങനെ വരും. പിന്നെ ഇത് വി നെക്ക് എന്ന് പറയും, വേണ്ട ഇങ്ങനെ വരും. ഇതിപ്പോ ട്രെൻഡാണ് ഈ ഒരു നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഇരിക്കുന്നത് മൊത്തം നമ്മുടെ നെക്കിന്റെയാണ്. ഇതാണ് ഇത് ഒരു ഓവൽ ഷേപ്പാണ്.
ഇതിങ്ങനെ ഷീറ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, ഇതിന്റെ ക്വാണ്ടിറ്റി എത്ര എണ്ണം എടുക്കണം അങ്ങനെയുണ്ടോ? ഇത് നമ്മളിത് മെറ്റീരിയൽസ് എടുക്കുന്നവർക്ക് 10 എണ്ണം ആണെങ്കിലും കിട്ടും. പിന്നെ നെക്ക് മാത്രമാണെങ്കിൽ മിനിമം 100 പീസാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. മാം ഇപ്പൊ ഈ 100 പീസ് എടുക്കുന്നത് ഒരേപോലെ എടുക്കണോ അതോ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമോ, അതൊന്ന് പറയുമോ? 100 പീസ് എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കാം. കാര്യം നമ്മളൊരു യൂണിറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാം, അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്നാണ് നമ്മൾ കസ്റ്റമറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ അങ്ങനെ എടുത്താലേ നമുക്ക് ബിസിനസ് നടക്കത്തുള്ളൂ. അല്ലാതെ ഈ ഒരെണ്ണം മാത്രം, ഈ ഒരു ക്വാളിറ്റി മാത്രം കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. എല്ലാം മിക്സ് ചെയ്യണം. നമ്മളൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിലോട്ട് കിടക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് വേണം, ഇടത്തരം വേണം, ഏറ്റവും നല്ലത് വേണം. അപ്പൊ ഏത് കസ്റ്റമറാണ് നമ്മൾ അടുത്തോട്ട് വരുന്നത് അവർക്ക് നമുക്ക് സാധനം സപ്ലൈ ചെയ്യാൻ കാണണം. നേരെ മറിച്ച് നമ്മൾ പ്രീമിയം മാത്രം എടുത്ത് വെച്ചാൽ പറയും അവിടെ ഭയങ്കര വിലയാന്ന് പറയും, ക്വാളിറ്റി ആരും മിണ്ടത്തില്ല. അതേസമയം നമ്മൾ വില കുറഞ്ഞത് കൊണ്ട് കൊടുത്താൽ പറയും എന്തുവാ, വില കുറവാ പക്ഷെ സാധനം അങ്ങനെയേ ഉള്ളൂ. അവിടെ നമ്മൾ നെഗറ്റീവ് ആക്കി പറയും. അതേസമയം എല്ലാ ക്വാളിറ്റിയും കൊണ്ടുവന്ന എന്ത് പറയും, അവിടെ ചെന്നാൽ ഏത് വിലയ്ക്കും ഉണ്ട്, എന്ത് സാധനം ഉണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ അടുത്ത് വന്നാലും കസ്റ്റമറിന്റെ ബഡ്ജറ്റ് എന്താണോ അതിന് സാധനം സപ്ലൈ ചെയ്യാൻ നമ്മുടെ അടുത്ത് സാധനമുണ്ട്. അപ്പൊ നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങുമ്പോഴാണെങ്കിലും എല്ലാ ക്വാളിറ്റിയും അതിനകത്ത് എല്ലാ പിന്നെ വെറൈറ്റിയും കൊണ്ടുവരാൻ നോക്കണം. കാര്യം ഒരു സെറ്റ് പിന്നെ ലോക്കല്, മീഡിയം, ചുങ്കിടി, ബാട്ടിക്ക്, അജിരക്ക്, പ്ലെയിൻ മെറ്റീരിയൽ, ഗുജിരി, ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് 100 എണ്ണം എടുക്കാം. പിന്നെ സെറ്റായിട്ട് എടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമല്ല. ഇപ്പൊ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം 4 എണ്ണം ഉണ്ട്. മിനിമം 3 മുതൽ 6 വരെ വരത്തുള്ളൂ. പിന്നെ അജിരക്കിൽ 3 എണ്ണം ആയിരിക്കും. അതെല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിൽ 6 എണ്ണം കാണും. അത് അങ്ങനെ തന്നെ എടുക്കണം. ബാക്കി ഓരോന്നും വെറൈറ്റി എടുത്ത് മിനിമം 100 എണ്ണത്തിന് മുകളിൽ 100 വരെ എടുക്കുന്നവർക്ക് നമ്മൾ പാറ്റേൺ കൊടുക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ജസ്റ്റ് തയ്ക്കും. പക്ഷെ അവർക്ക് കടയിലോട്ടൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് ഒരു ടെൻഷനുണ്ട്. അപ്പം പിന്നെ നമ്മുടെ അളവൊക്കെ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ദാണ്ട ഈ ഒരു പാറ്റേൺ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും. നമ്മൾ തുണി ഇട്ടതിന് ശേഷം ആ തുണിയുടെ മുകളിലോട്ട് ഈ പാറ്റേൺ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ഈ പാറ്റേൺ വെച്ചു കൊടുത്തിട്ട് ഇതിന്റെ സ്ലീവിന്റെ പാർട്ടാണിത്. ഇപ്പൊ നമ്മളവർക്ക് വീഡിയോയിൽ ഈ ബോഡി ഇത് എവിടെ വെക്കണം, ഈ സ്ലീവ് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്, ഇതണ്ട ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത്. അതിനുശേഷം ഈ ഒരു പോർഷൻ നിന്നാണ് നമുക്ക് 3/4 സ്ലീവ്. 290 3/4 കിട്ടത്തില്ല, അല്ലെങ്കിൽ 10 ഇഞ്ച് കയ്യെ കിട്ടുള്ളൂ എന്നാണ് പരക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ 290-നകത്ത് 16.5 ഇഞ്ച് സ്ലീവ്, 48 ചെസ്റ്റ്, 56.5 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ നൈറ്റി അടിക്കുന്നുണ്ട്. നമ്മുടെ 100 പീസിന് മുകളിൽ എടുക്കുന്നവർക്ക് നമ്മളത് എങ്ങനെയാണ് വെക്കുന്നതെന്നും എവിടുന്നാണ് നിങ്ങൾക്ക് തുണി കിട്ടുന്നത്, എങ്ങനെ കട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് മാക്സിമം ആ തുണി നമുക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇത് ചുരിദാർ കട്ടാണ്. ഇതുപോലെ തന്നെ നമ്മൾ പിന്നെ പ്ലീറ്റഡ് നൈറ്റി ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മാനസി കട്ട് നൈറ്റിയാണ്. കണ്ടോ, മാനസിയുടെ പാറ്റേൺ ആണ് ഇത് വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് അറിയത്തില്ലേ നമ്മളിത് എവിടെ വയ്ക്കും, എങ്ങനെ വയ്ക്കും. ഇതെന്ന് പറയുന്നത് പിന്നെ പ്ലീറ്റഡിന്റെ ആണ്. കണ്ടോ, അപ്പൊ ഇതൊക്കെ നമ്മൾ മെഷർമെന്റ് ഇപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ വെട്ടി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഷോപ്പിലോട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടും. പിന്നെ അതുപോലെ ഇത് പ്രിൻസസ് കട്ടിന്റെ ആണ്. എല്ലാത്തിനും നമുക്ക് പാറ്റേണുകളുണ്ട്. കണ്ട, പ്രിൻസസ് കട്ട് നൈറ്റിയുടെ പാറ്റേണുകളാണ് വരുന്നത്. ഇങ്ങനെ പാറ്റേൺ നമ്മൾ 100 പീസിന് ഗിഫ്റ്റ് ആയിട്ട് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ, പേയ്മെന്റിന് നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ പുതിയ യൂണിറ്റുകൾ, അതായത് പുതുവർഷത്തിലോട്ട് പുതിയ യൂണിറ്റുകൾ സ്റ്റാർട്ട് ആവാനും ഒരു അധിക വരുമാനം ഉണ്ടാവാനും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് പേയബിൾ ആയിട്ട് നമുക്ക് പാറ്റേൺ ഇല്ല. നമ്മളിത് 100 പീസിന് മുകളിൽ എടുക്കുന്നവർക്ക് ഗിഫ്റ്റ് ആണിത്. അപ്പൊ മാഡം ഇപ്പൊ എല്ലാരും ഒരു വിധപ്പെട്ട എല്ലാരും ഇങ്ങനെ യൂണിറ്റ് തുടങ്ങിയ അത് മുന്നോട്ട് പോവോ, ഇങ്ങനെയാണ്? അത് വളരെ പിന്നെ അർത്ഥമില്ലാത്ത ചോദ്യമാണ്. എന്നാൽ അതിനകത്ത് ഒരുപാട് ഉത്തരങ്ങളും പറയാനുണ്ട്. കാര്യം എന്ന് വെച്ചാല് നമ്മുടെ കേരളത്തിനകത്ത് ഇപ്പൊ നൈറ്റി എന്നല്ല മറ്റേത് പ്രോഡക്റ്റ് ആണെങ്കിലും പ്രൊഡക്ഷൻ കുറവാണ് അല്ലെ. അതായത് നമ്മുടെ ഇതിപ്പം കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ പഞ്ചായത്തിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെ ഒരു പഞ്ചായത്തില് ഒരു വാർഡ് എടുത്താൽ പോലും ലക്ഷക്കണക്കിന് ലേഡീസ് ഉണ്ട്. അതിൽ കൊല്ലം ജില്ലയിലെ പ്രൊഡക്ഷന്റെ 10% നൈറ്റി പോലും കൊല്ലം ജില്ലയിലല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഇത് അന്യ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്തുവാ, തൊഴിലില്ലെന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. എന്റെ അഭിപ്രായത്തില് നമ്മുടെ കേരളത്തിൽ ആവശ്യമുള്ളതിന്റെ 10% താഴെയാണ് കേരളത്തിനകത്ത് പ്രൊഡക്ഷൻ നടക്കുന്നത്. അതായത് കോടിക്കണക്കിന് ലേഡീസ് ആണ് ഒരു ദിവസം തന്നെ, എനിക്ക് തോന്നുന്നു 1 കോടിക്ക് അടുപ്പിച്ച് ഡെയിലി യൂസ് സാധനമാണിത്.
അല്ലേ? ഇപ്പം എല്ലാവരും ഇടുന്നതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ട് പോകുന്ന ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് നൈറ്റി ആയിരിക്കും. ഒരു 10 ഡ്രസ്സ് എടുത്താൽ അതിലൊന്ന് നൈറ്റി ആയിരിക്കും. 10 ഒരു 5 എണ്ണം എടുത്താൽ പോലും നൈറ്റി ആയിരിക്കും. കാര്യം നമ്മൾ എത്ര പുറത്ത് പോയിട്ട് വന്നാലും രാത്രി ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണമെങ്കിൽ നമുക്ക് നൈറ്റി വേണം. അതായത് ഒരു 10 വീടിന്റെ ഇടയിൽ ഒരു ചെറിയ സംരംഭം വന്നു എന്ന് വിചാരിച്ചിട്ടും വന്നാൽ പോലും നമുക്ക് ആവശ്യമുള്ള അത്രയും പ്രൊഡക്ഷൻ നടക്കത്തില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 10 വീടിനിടയിൽ, ഞാൻ പറയുന്നത് 10 വീടിനിടയിൽ ഒരു ചെറിയ ഒരു ദിവസം ഒരു 50 നൈറ്റി അടിക്കുന്ന ഒരു യൂണിറ്റ് 10 വീടിന്റെ ഇടയിൽ വന്നാൽ പോലും കേരളത്തിനകത്ത്, ഇന്ത്യ പോട്ട് കേരളത്തിനകത്ത് നൈറ്റിക്ക് ഉള്ള ക്വാണ്ടിറ്റി കേരളത്തിനകത്ത് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ഒരു വൈഡ് ആയിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു ഫീൽഡിലുള്ളത്, നൈറ്റി ഫീൽഡിലുള്ളത്. കാര്യം ഡെയിലി യൂസ് സാധനമാണ്. ഇപ്പൊ അത്യാവശ്യം ചെറിയ ജോലി പുറത്ത് ചെയ്യുന്നവർ ഇടുന്ന സാധനമാണ്. അത്യാവശ്യം കടയിലോട്ട് പോണവർ പോലും ഇത് ഇടുന്നുണ്ട്. പിന്നെ എന്താണ്, പണ്ടത്തെ കണക്കല്ല. ഒരു കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് അഴുക്കൊക്കെ പറ്റിയ നമ്മളിട്ടാലും നമ്മുടെ മക്കള് പറയും അമ്മേ വേറെ ഇടെന്ന് പറഞ്ഞിട്ട് ഇത് പുതിയത് മേടിക്കും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ കളറിന് ചേരണമെന്നില്ല. ഒരു നൈറ്റി ആയിട്ട് ആരും മേടിക്കില്ല. 2-3 നൈറ്റികളാണ് എപ്പോഴും ആൾക്കാർ മേടിക്കുന്നത്. കാര്യം വീട്ടിൽ എത്ര കിട്ടിയാലും നമ്മൾ ലേഡീസ് അല്ലേ, നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് എത്ര കിട്ടിയാലും ഈ സാധനം തികയത്തില്ല. നമ്മൾ ഉടനെ വെള്ളം വെച്ച് തേക്കും, അഴുക്ക് വെച്ച് തേക്കും, മഞ്ഞൾ പറ്റും, കറ പറ്റും. അങ്ങനെ ഇതിൽ എപ്പോഴും അഴുക്ക്. ആദ്യം ഇടുന്ന 2 ദിവസം മാത്രമേ നമ്മൾ ഏപ്രിനൊക്കെ കിട്ടത്തുള്ളൂ. 3-ാമത്തെ ദിവസം ഏപ്രിനൊക്കെ അഴിച്ച് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ചുമ്മാ വാഷ് ബേസിന്റെ അടുത്ത് നിൽക്കുന്നു. എല്ലാ ജോലിയും ചെയ്യുമ്പോൾ നമ്മൾ ഇതല്ലേ ഉടുക്കുന്നത്. അപ്പം എത്രയും എന്താണ് ആവശ്യമുള്ള ഒരു സാധനമാണ് നൈറ്റി. അതുകൊണ്ട് എത്ര യൂണിറ്റ് വന്നാലും ഒരു കുഴപ്പമില്ല. നമ്മൾ നല്ല രീതിക്ക് നല്ല വൃത്തിയായിട്ട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോടും കൂടി നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വന്നാൽ നമ്മൾ വിജയിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നൈറ്റി. കാര്യം ഇത്രയും ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം വേറെ ഇല്ല. നമ്മുടെ ഏരിയ മാത്രം സ്കൂളുകളിൽ കൊണ്ടുവന്ന് കൊടുക്കാം, ഓഫീസുകളിൽ കൊടുക്കാം. പിന്നെന്താണ്, ഫ്ലിപ്കാർട്ട്, ഇന്ത്യ മാർട്ട്, യൂട്യൂബ്, ഫേസ്ബുക്ക്, പിന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. എങ്ങനെ ഒരുപാട് വിൽക്കാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. നമ്മളൊന്ന് പിന്നെന്താണ്, നമുക്കിത് ചെയ്യണം, ചെയ്തേ പറ്റുമെന്ന് തോന്നിയാൽ ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് ഇത് വിജയത്തിലോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും. മേഡം, അപ്പോ ഒരു തുടക്കക്കാർക്ക് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപ ആദ്യമേ മുടക്കണം? ഏറ്റവും കുറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞാൽ 99 രൂപ മുതൽ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഉണ്ട്. ഇതിന്റെ 15 പീസ് എടുത്തും കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അതായത് എനിക്ക് തോന്നുന്നത് 1500 രൂപയ്ക്ക് അകത്തേ ആവത്തുള്ളൂ. പക്ഷെ നമ്മളൊരു യൂണിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന് നോക്കിയാലും കുറേ സാധനം കണ്ടാൽ മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് 5-6 എടുക്കത്തുള്ളൂ. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞ ഇപ്പൊ നിങ്ങൾക്കൊരു ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതില്. പക്ഷെ ഒരു യൂണിറ്റ് എന്ന കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് അതിനകത്ത് മോഡലുകൾ വേണം, അല്ലെ, വെറൈറ്റികൾ വേണം. അപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നല്ലൊരു അത്യാവശ്യം ഒരുവിധ വെറൈറ്റി എല്ലാം കൊണ്ടുവന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു 10,000 രൂപ മുടക്കുന്നുണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കും നമ്മൾ പാറ്റേൺ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മനസ്സിലായ കാര്യം? അതിനകത്ത് മെറ്റീരിയൽസും ആക്സസറീസും എല്ലാം കൂടെ നമ്മുടെ ബില്ലിൽ 10,000 രൂപയ്ക്ക് മുകളിൽ വന്നാലും നമ്മൾ ഈ പാറ്റേൺ കൊടുക്കുന്നുണ്ട്. അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടാനായിട്ട്. മെറ്റീരിയൽ മാത്രം 10,000 രൂപ എടുക്കണമെന്നല്ല, മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസിൽ തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെയുള്ള വെറൈറ്റികളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ആക്സസറീസും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് 10,000 രൂപയ്ക്ക് ബില്ല് വരണമെങ്കിൽ നമ്മൾ ഇത് കണക്കത്തെ പാറ്റേണുകൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും. അത് അവർക്ക് അറിയത്തില്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അവർ വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഈ പാറ്റേൺ ഞങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കും. അവർ ഇപ്പം കൊറിയറിൽ അയക്കുന്നതാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ വന്നെടുക്കാൻ ആർക്കും പറ്റില്ലേ? പറ്റും. ഏറ്റവും സന്തോഷം നമ്മുടെ ഷോപ്പിൽ വന്നെടുക്കുന്നതാണ്. ഇൻ കേസ് ദൂരെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും. അത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. വന്ന് നമ്മുടെ ഷോപ്പ് കാണാൻ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കാര്യം വന്ന് കാണുവാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കാം. പിന്നെ പരസ്പരം ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഇപ്പം ഹസ്ബൻഡ് വയ്യാതെ കിടക്കുന്നവരുണ്ട്, പ്രസവിച്ച് കിടക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ പാഷൻ ഇവരുടെ ഉള്ളിൽ കാണും. അപ്പൊ അവർക്ക് വീട്ടിൽ ഇരുന്നത് കൊണ്ട് തന്നെ ചെയ്യാം. അപ്പോഴത്തേക്ക് പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്താ മുതിർന്ന പേരൻസ് കാണും, അവർക്ക് ഇവര് വരുന്ന സമയത്ത് ഇവര് നോക്കാൻ ആരും കാണത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരുപാട് ദൂരെയാണ്, ഇവർക്കൊന്നും വരാൻ പറ്റത്തില്ല. അവർക്ക് നമുക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട്, ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. കേരളത്തിൽ മാത്രമാണോ അതോ പുറത്തോട്ടുണ്ടോ? കേരളത്തിലല്ല, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. 3 രീതിയിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. പോസ്റ്റ് ഓഫീസ്, DTDC, APS. 100 പീസിന് മുകളിലൊക്കെ APS ആണ് ലാഭവും. അതാണ് നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ എന്ന് പറഞ്ഞാൽ കിലോ പെർ kg ഇപ്പൊ 62 രൂപ വരുന്നുണ്ട്. DTDC
പിന്നെ 50 രൂപ വരുന്നുണ്ട്. DTDC ഡ്യൂറേഷൻ അനുസരിച്ച് മാറി മാറി പോകും. അതായത് അതർ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഈ 50 എന്നുള്ളത് മാറി മാറി പോകും. അതേസമയം പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ ഓൾ ഇന്ത്യ സെയിം ആയിരിക്കും. അതിപ്പോ കൊല്ലക്കാർ മേടിച്ചാലും കാസർഗോഡുകാർ മേടിച്ചാലും ഒരേ റേറ്റ് ആയിരിക്കും വരുന്നത്. ഇതിൽ ഏറ്റവും ലാഭം ഏതാണെന്ന് ചോദിച്ചാൽ APS വഴി എടുക്കുന്നതാണ്. അത് കുറച്ച് ബൾക്കായിട്ട് നിങ്ങൾ എടുക്കണമെന്നേ ഉള്ളൂ. ഒരു 30 പീസ് മുതൽ 150 പീസ് വരെ ഒരു ചാർജാണ്. 30 പീസ് എടുത്താൽ 200 രൂപ ആവുമെങ്കിൽ 100 പീസ് എടുത്താലും 200 ആണ്. അപ്പം നമ്മൾ കച്ചവടം നടക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ 100 പീസ് എടുത്തും കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം അപ്പം നമുക്ക് ഓരോ രൂപയുടെയും ചെലവ് കുറയ്ക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിലോട്ട് പോണത്. മനസ്സിലായി? ഇപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നത് തന്നെ ഒറ്റ പാഴ്സലിൽ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള സാധനം നിങ്ങളുടെ വീട്ടിലെത്തും. നിങ്ങൾ ഓൺലൈനിലാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഴ്സൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് നിങ്ങളുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴ് തന്നെ നിങ്ങൾക്ക് കട്ടിങ്ങിലോട്ട് പോയി സ്റ്റിച്ച് ചെയ്ത് അന്ന് മുതലോ അതിന്റെ അടുത്ത ദിവസം മുതലോ നിങ്ങൾക്ക് നിങ്ങളുടെ സംരംഭം റൺ ചെയ്ത് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് A to Z കാര്യങ്ങൾ. ഞാൻ പാക്കിംഗ് കവർ വരെ ഇനി നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങളിപ്പം ഷോപ്പിൽ കൊണ്ട് കൊടുക്കാം, നെയ്ബേഴ്സിന് കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓർഡർ പുറത്തോട്ട് പോകും. നമ്മളെപ്പോഴും ബിസിനസ് വലുതാവുന്നതിനെ കുറിച്ച് വേണം ചിന്തിക്കാനായിട്ട്. നമ്മൾ പുറത്തോട്ട് ഓർഡർ ഉണ്ട്. അപ്പം നമുക്കിവിടെ കൊറിയർ കവറുകളുണ്ട്. കണ്ടോ, കൊറിയർ കവർ ഉണ്ട്. ഈ കൊറിയർ കവറിനകത്തോട്ട് നിങ്ങളുടെ നൈറ്റികൾ ഇട്ട്, നൈറ്റി എന്നല്ല എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്നിട്ട് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും വെച്ച് ഈ ലോകത്തെ എവിടെ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. സർക്കാരും അതിനെ നല്ല രീതിയിൽ നമ്മൾ താമസിക്കുന്ന വീടിന്റെ 50% ഇപ്പം ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഇനി മനസ്സ് വയ്ക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മാക്സിമം സമയം നമ്മുടെ ജോലിയിൽ കൊടുക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഒരു മെറ്റീരിയൽ എടുത്ത് നമ്മൾ തയ്ക്കുക. അപ്പൊ നമ്മുടെ ബ്രാൻഡിൽ തന്നെ നമുക്ക് ഇത് വിൽക്കാൻ കഴിയുമോ? അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജീജാസിന്റെ ബ്രാൻഡിലാണ് ഞങ്ങൾക്ക് നൈറ്റി ഉണ്ട്. ജീജാസിന്റെ ബ്രാൻഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ട, ഇതാണ് നമ്മുടെ ജീജാസിന്റെ ലേബൽ. കണ്ടോ, ഇത് ഇപ്പം നിങ്ങളുടെ ബ്രാൻഡിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ക്യൂൻ എന്ന് പറഞ്ഞൊരു ലേബലിൽ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് സ്റ്റാഫ് ഇല്ല, നിങ്ങൾക്ക് അറിയത്തില്ല ഇതിനെ കുറിച്ചൊന്നും. പക്ഷെ നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് എല്ലാവർക്കും എന്താണ്, അത് ഒരു സ്റ്റിച്ചിങ് ജസ്റ്റ് പഠിക്കുന്ന ഒരാളുടെയും ഒരു മനസ്സിന്റെ ഉള്ളിൽ അവർ പറഞ്ഞില്ലെങ്കിൽ കിടക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തുവാ, എനിക്കും എന്റെ പേരില് അല്ലെങ്കിൽ എന്റെ ഒരു ലേബലോട് കൂടി ഒരു സാധനം ഒന്ന് പുറത്ത് കടയിൽ കിടക്കുന്ന കണ്ട് എന്റെ നൈറ്റിയൊക്കെ ആദ്യമായിട്ട് പുറത്ത് കിടക്കുന്ന കണ്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും സങ്കടം വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന്റെയൊക്കെ ഫീൽ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലത്ത് യാത്ര പോയപ്പോഴാണ് എന്റെ മോൻ പറഞ്ഞു, അമ്മ നമ്മുടെ നൈറ്റി കിടക്കും. അപ്പൊ നമ്മൾ തച്ച നൈറ്റി എവിടെ കിടന്നാലും നമുക്ക് മനസ്സിലായോ? അപ്പം സത്യം പറഞ്ഞത് ഓൺലൈനിൽ എങ്ങനെ മേടിച്ചാൻ തോന്നുന്നു. അപ്പൊ ആ സ്ഥലത്ത് അത് കിടക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പം നമ്മളിവിടെ കല്ലുവാതുക്കൽ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ഗ്രാമത്തിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു സാധനം മറ്റൊരു കടയിൽ ഇത് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഭയങ്കര, നമ്മൾ അത്രയും നാൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് ആ ഒരു നിമിഷത്തിലൂടെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം ഇത്രയും സ്റ്റോക്ക് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പെട്ടെന്ന് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരു 500 പീസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ കാണുമോ? തീർച്ചയായും കാണും. ഇത് നമ്മുടെ സാമ്പിള് മാത്രമാണ്. എത്ര പീസ് 500 അല്ല, പിന്നെ ഒരു 2000 പീസ് വരെയാണെങ്കിലും നമുക്ക് കാണും. ഇപ്പം ജസ്റ്റ് ഇവിടെ ഇരിക്കുന്ന ഇത് കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് ഷിബോരിയാണ്. ഇത് ഷിബോരി എന്ന് പറയുന്ന പ്രിന്റ് ആണ്. ഈ ഇരിക്കുന്നത് മൊത്തം ഷിബോരികളാണ്. കണ്ടോ, ഇതൊക്കെ നമുക്ക് എപ്പോഴും സെയിൽ ആവുന്നതാണ്. ഇത് നമ്മുടെ ഇവിടെ വയ്ക്കുന്നതാണ്. പിന്നെ നമുക്ക് സ്റ്റോക്ക് വേറെ ഉണ്ട്. അതുകൊണ്ട് ഇത് തന്നെ ഒരു ബണ്ടില് ഷിബോരി വേണമെങ്കിൽ നമ്മളിൽ കൊടുക്കാനുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും സ്റ്റോക്കാണ്. എല്ലാ ആഴ്ചയിലും നമുക്ക് പുതിയ പുതിയ സ്റ്റോക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മേഡം, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയിട്ടേ അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് മാറ്റി കൊടുക്കുവോ? തീർച്ചയായിട്ടും മാറ്റി കൊടുക്കും. കാര്യം നമ്മൾ ഇങ്ങനെ ബണ്ടിലായിട്ടാണ് നമുക്ക് സാധനങ്ങൾ കമ്പനിയിൽ നിന്ന് വരുന്നത്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മിനിമം നമ്മളിത് 15 പീസിന്റെ ഓർഡർ ആണ്. അപ്പം ഇതിനകത്ത് നമ്മൾ 15 പീസ് എടുത്ത് ഇതിപ്പം കസ്റ്റമറിന് 15 അല്ല എത്രയാണെങ്കിലും നമ്മുടെ പാഴ്സൽ കിട്ടിക്കഴിഞ്ഞ് 2 ദിവസത്തിനകത്ത് അവർ വീഡിയോ ആദ്യം വിളിച്ച് പറയണം ഇങ്ങനെ ഒരു പ്രശ്നം. അങ്ങനെ വരാറില്ല. ഒരു 5% കാര്യം ഇതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാണുമായിരിക്കും. അപ്പൊ അങ്ങനെ വന്നാൽ നിങ്ങളുടെ പാഴ്സൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 ദിവസത്തിനകത്ത് വീഡിയോയിൽ വന്ന് ആ ഡാമേജ് എന്താണെന്ന് പറയുവാന്നുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ഇടാൻ പറയും. കൂടുതലും നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കീറലാണ്. ചിലത് ഈ കൊങ്കി കൊണ്ട് കീറുന്നത് കാണും. ഇവര് തന്നെ എന്തെങ്കിലുമൊക്കെ ചിലത് ഇപ്പൊ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ ഫോൾഡ് ചെയ്യുന്നതിൽ അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ചിലപ്പോൾ കീറിയതൊക്കെ ഇവർ ഫോൾഡ് ചെയ്ത് മടക്കിങ്ങി വിടും. അറിഞ്ഞോ അറിയാതെയൊക്കെ ഇതിനകത്ത് കയറി വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കും. അത് പാഴ്സൽ കിട്ടിക്കഴിഞ്ഞ് വീഡിയോയിൽ 2 ദിവസത്തിനകത്ത് നമുക്ക് ആ വീഡിയോ ഇട്ട് തരണം. ഇട്ട് തന്നിട്ട് പറഞ്ഞാൽ
മാറാനുള്ളതാണെങ്കിൽ നമ്മൾ അപ്പോഴേ റിട്ടേൺ അടിക്കാൻ പറയും. ഒന്നുകിൽ നെക്സ്റ്റ് അവരുടെ ഓർഡറിൽ, അതല്ലെന്നുണ്ടെങ്കിൽ ആ ഡാമേജ് പീസ് വരുമ്പോൾ നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കും. അതിന് പകരമുള്ളൊരു പീസ് കൊറിയർ ചെയ്ത് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മിനിമം 15 പീസാണ് ഓർഡർ. അത് ഞാൻ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഇവിടെ വന്ന് പറയാറുണ്ട്, നമ്മൾ ഒരുപാട് ദൂരെ നിന്ന് വന്നതാണ്, 5 പീസ് തരുമോ, 3 പീസ് തരുമോ, 10 പീസ് തരുമോ, 15 അല്ലെ 10 തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളിത് ഒരു തൊഴില്, മറ്റുള്ളവർ ഇത് എടുത്തുകൊണ്ട് പോയി അവർക്കൊരു വരുമാനം എന്ന രീതിയിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ 15 എന്നുള്ളത് നമ്മുടെ ഫിക്സഡ് ആണ്. ഇപ്പം നമ്മൾ ദൂരെ നിന്ന് വന്നു എന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ ഒരു 5 പീസോ 10 പീസോ നമ്മൾ കൊടുക്കുമ്പോൾ എന്നെ വിശ്വസിച്ച്, എനിക്ക് കൂടുതൽ ഓൺലൈനാണ്, അപ്പൊ എന്നെ വിശ്വസിച്ച് എടുക്കുന്നവരോട് ഞാനൊരു നീതി കാണിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം എനിക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 15 പീസ്, മിനിമം 15 പീസ് എടുത്താൽ മതി. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. 15 പീസ് മുതൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം. അല്ലാതെ 15 പീസിൽ താഴെ നമുക്ക് സപ്ലൈ ഇല്ല. മാഡം, ഈ കടയുടെ ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ സ്ഥാപനം വരുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കലാണ്. കല്ലുവാതുക്കൽ ജംഗ്ഷനിലാണ്. അതായത് NH-ന്റെ അടുത്ത് നിന്ന് 40 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതായത് NH-ൽ നിന്ന് 1.5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. സ്ത്രീകൾക്ക് മാത്രമാണെങ്കിൽ അനായാസം വന്നിട്ട് പോവാം. കാര്യം സൂപ്പർ ഒഴിച്ച് ബാക്കി എല്ലാം ബസ് നിർത്തുന്ന സ്റ്റോപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് വരുമ്പോൾ തന്നെ നമുക്ക് തിരുവനന്തപുരം ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റും. അവിടുന്ന് തിരുവനന്തപുരം ബസ്സിൽ കയറി കല്ലുവാതുക്കൽ ടിക്കറ്റ് എടുത്താൽ ഒറ്റ ബസ്സിന് നമുക്ക് കല്ലുവാതുക്കൽ ഇറങ്ങാനായിട്ട് പറ്റും. ഒരുപാട് ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പെട്ടെന്ന് വന്ന് സാധനങ്ങളെല്ലാം എടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനാണ് വരുന്നെങ്കിൽ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു 3-3:30 ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ രാവിലെ നിങ്ങൾ ഇറങ്ങുമ്പോൾ അവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്നേ ഉള്ളൂ. കാര്യം 8:30 മണി മുതൽ നമ്മളിവിടെ ഓപ്പൺ ആണ്. 8:30 മണിക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു പിന്നെ കോട്ടയത്തു നിന്നോ അതല്ലെങ്കിൽ കുറച്ചും കൂടി ദൂരെ നിന്നാണെങ്കിൽ പോലും രാവിലെ അവരവിടുന്ന് ഒരു 5 മണിക്ക് അങ്ങനെ ഇറങ്ങിയാൽ ഒരു 8:30 മണിയാകുമ്പോഴത്തേന് ഇവിടെ എത്തും. നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇവിടെ വരും. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒരു 10-11 മണിക്ക് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്നവരാണെങ്കിൽ പോലും അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ നാട്ടിൽ എത്താൻ പറ്റും. പിന്നെ ഇതുപോലെ ബസ്സിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് സാധനം എടുത്തു, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധനം എടുത്തിട്ടിട്ട് പോയാൽ നമ്മൾ APS അയച്ചു തരും. ഞങ്ങളുടെ എടുക്കുന്ന സാധനം കൃത്യമായിട്ട്, ചിലപ്പോൾ എന്തേലും ട്രാൻസ്പോർട്ടേഷനിൽ 1-2 ദിവസം ഡിലേ വരുന്നതല്ലാതെ ഇന്നത്തെ പേയ്മെന്റ് നമ്മൾ നാളെയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. നമുക്ക് COD അവൈലബിൾ അല്ല. റെഡി ക്യാഷും അഡ്വാൻസ് പേയ്മെന്റും മാത്രമേ ഉള്ളൂ. എവിടെ ആണെങ്കിലും ജീജാസിന്റെ അക്കൗണ്ടിൽ പൈസ വന്നാൽ നിങ്ങൾക്ക് സാധനം കിട്ടുന്നത് വരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ജീജാസ് എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ് ഏറ്റെടുക്കുന്നത്. കാര്യം ഇൻ കേസ് ചിലപ്പം ഇപ്പൊ ദീപാവലിയൊക്കെ വന്നപ്പോൾ തന്നെ ഒരു 2-3 ദിവസം അടുപ്പിച്ച് ലീവ്, കേന്ദ്ര ഗവൺമെന്റ് ലീവുകളൊക്കെ കുറച്ച് അടുത്ത് വന്നിരുന്നു. പിന്നെ അതുപോലെ ഹർത്താല് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇന്ന് കിട്ടേണ്ടത് നാളെയോ മറ്റന്നാളോ ആവും. പക്ഷെ ആ ഒരു ഡിലേ അല്ലാതെ നിങ്ങൾക്ക് സാധനം കിട്ടാതിരിക്കത്തില്ല. ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് എത്ര ദൂരെയുള്ളവർക്കാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. കാര്യം ഇതൊരു കമ്പനിയുടെ അക്കൗണ്ടിലോട്ടാണ് നിങ്ങളുടെ പൈസ വീഴുന്നത്. ഒരു പേഴ്സന്റെ അക്കൗണ്ടിലല്ല വീഴുന്നത്. കമ്പനിയുടെ അക്കൗണ്ടിൽ പൈസ വീണെന്ന് പറഞ്ഞാൽ അതൊരു തെളിവാണ് അവിടെ. പിന്നെ ഈ സാധനം നിങ്ങൾക്ക് APS അയച്ചു തരുമ്പോൾ ഈ കമ്പനിയുടെ അഡ്രസ്സിലാണ് ഈ സാധനം പോണത്. മനസ്സിലായി? അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ നിന്ന് കൊടുക്കാൻ നമ്മൾ ആർക്കും പറ്റിക്കാനൊന്നും പറ്റത്തില്ല. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജീജാസിന്റെ നിങ്ങൾക്ക് വരുന്ന APS ബില്ല് എന്ന് പറയുന്നത് ജീജാസിന്റെ കമ്പനി അക്കൗണ്ടിൽ നമ്മൾ സീല് ചെയ്ത GST ബില്ലാണ് നമ്മൾ പാഴ്സലിനകത്ത് കൊടുത്തു വിടുന്നത്. അപ്പം ഈ കമ്പനിയിൽ വന്ന പൈസയ്ക്ക് കമ്പനിയിൽ നിന്ന് തന്നെ സാധനം നിങ്ങളുടെ കൈകളിലോട്ട് എത്തുന്നു. പിന്നെ ഈ 1-2 ദിവസം ഡിലേ ആവുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, ഞങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. ഈ ട്രാൻസ്പോർട്ടേഷനിലാണ് ചിലപ്പോൾ റോഡ് പണി നടക്കും. ഇത് നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ. അപ്പം ചിലപ്പം വഴിയിൽ എന്തെങ്കിലും പ്രശ്നമോ അതല്ലെങ്കിൽ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുകയോ പെട്ടെന്നൊരു സ്ട്രൈക്ക് വരികയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അവധി വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു ഡിലേ വരുന്നത്. പക്ഷെ അവർക്ക് അപ്പോഴേ തന്നെ നമ്മൾ പാക്കേജ് ചെയ്ത് വിട്ടാൽ തന്നെ അതിൻ്റെ LR കിട്ടും. അത് പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ DTDC ആണെങ്കിൽ APS ആണെങ്കിൽ നമുക്കൊരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് അപ്പോഴേ നമ്മൾ കസ്റ്റമർ ഇട്ട് കൊടുക്കും. ഇവർക്ക് ഇതിനകത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവരുടെ പാഴ്സൽ പോയോ, അത് ഏത് സ്റ്റേഷൻ വരെ എത്തി എന്ന് നമുക്ക് കിട്ടും. ഇതെല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ മൊബൈലിൽ അറിയാൻ പറ്റും. അതുകൊണ്ട് ഓൺലൈനിൽ മേടിക്കുന്നവരാരും ഞങ്ങളുടെ അടുത്തുനിന്ന് ജീജാസിൽ നിന്ന് മേടിക്കുന്നവർക്ക് ഒരു ടെൻഷനും വേണ്ട.